ബ്ലൂ വേവ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് PSC ആവർത്തന ചോദ്യങ്ങളാണ്. അതിലാദ്യത്തേത്, കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാത. കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH66. വില്ലുവണ്ടി സമരം നടത്തിയ നവോത്ഥാന നേതാവ്. വില്ലുവണ്ടി സമരം നടത്തിയ നവോത്ഥാന നേതാവ് IM കാളി. കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല പാലക്കാട്. പാലിയം സത്യാഗ്രഹം നടന്ന വർഷം. 1947. ചാന്നാർ ലഹള അറിയപ്പെടുന്ന മറ്റൊരു പേര് മേൽമുണ്ട് സമരം. സോഷ്യൽ മീഡിയയിൽ മുമ്പ് അറിയപ്പെട്ടിരുന്ന ഫേസ്ബുക്കിൻ്റെ പുതിയ പേര് മെറ്റ. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. ഇത് ആരുടെ വാക്കുകളാണ്? മനുഷ്യന് ചില മൗലിക അവകാശങ്ങൾ ഉണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. ഇത് ആരുടെ വാക്കുകളാണ്? ജോൺ ലോക്ക്. UN-ൽ ഇപ്പോൾ എത്ര അംഗങ്ങളാണ് ഉള്ളത്? 193. മലമ്പനി പരത്തുന്ന കൊതുക് ഏത്? അനോഫിലസ്. ഗുരുത്വാകർഷണ ത്വരണത്തിൻ്റെ മൂല്യം ഏറ്റവും കൂടുതൽ എവിടെയാണ്? ധ്രുവപ്രദേശം. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിൻ്റെ ജന്മദേശം പോർച്ചുഗൽ. ദേശീയ വനനയം നിലവിൽ വന്ന വർഷം ഏത്? 1988. ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ല പത്തനംതിട്ട. കേരളത്തിൽ ആദ്യ തിരഞ്ഞെടുപ്പ് നടന്ന വർഷം 1957. സൂര്യൻ ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയുള്ള ദിവസം ജൂലൈ 4. വീണപൂവ് ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രം മിതവാദി പത്രം. പഞ്ചാബി ഭാഷയുടെ ലിപി ഗുരുമുഖി ലിപി. വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭൻ. രാജ്യസഭാ അംഗമായ ആദ്യ കേരളീയ വനിത ലക്ഷ്മി എൻ മേനോൻ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. കേരളത്തിലെ ആദ്യത്തെ പത്രം രാജ്യസമാചാരമാണ് കേരളത്തിലെ ആദ്യത്തെ പത്രം. പാർലമെന്റ് വനസംരക്ഷണ നിയമം പാസാക്കിയത് 1972. ലോക വനിതാ ദിനം മാർച്ച് 8 ലോക വനിതാ ദിനം. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം 1789. ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ്. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയത് എന്തിനാണ്? കൃഷിക്കാണ്. മധ്യകാലഘട്ടത്തിൽ കേരളത്തിൽ വേണാട് എന്നറിയപ്പെട്ടിരുന്ന സ്വരൂപം ഏത്? തിരുവിതാംകൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല കണ്ണൂർ. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ്? മൂന്നാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത്. ഉത്തരേന്ത്യയിൽ അതികഠിനമായ ചൂടിന് കാരണമാകുന്ന ഉഷ്ണക്കാറ്റ് ഏത്? ലൂ. ചെമ്പ് നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണ്. ചെമ്പ് നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം. ഭരണഘടനയുടെ ആമുഖത്തിന് ഏത് രാജ്യത്തെയാണ് ഇന്ത്യ മാതൃകയാക്കിയിട്ടുള്ളത്? അമേരിക്കയാണ്. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം റൗലറ്റ് നിയമം. കേരളത്തിൽ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യയാണ്. ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ദാദാഭായ് നവറോജി. തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യം ഏതു പേരിൽ അറിയപ്പെടുന്നു? റിപ്പബ്ലിക്. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം 1917. വൈകുണ്ഠസ്വാമികൾ ഏതു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സമത്വ സമാജം. കേരളത്തിൽ പടിഞ്ഞാറു നിന്നും കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏത്? കബനി. കബനിയാണ്. കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ പെടാത്തത് ഏത്? പീഠഭൂമികൾ. തെക്കേ ഇന്ത്യയിൽ കാണപ്പെടുന്ന ഒരു ഭൂപ്രകൃതി ഏത്? തെക്കേ ഇന്ത്യയിൽ കാണപ്പെടാത്ത ഒരു ഭൂപ്രകൃതി ഏത്? മരുഭൂമി.
സഞ്ചാര സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടനയിൽ ഏതു വിഭാഗത്തിൽ പെടുന്നു? സഞ്ചാര സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടനയിൽ ഏതു വിഭാഗത്തിൽ പെടുന്നു? മൗലിക അവകാശങ്ങൾ. മൗലിക അവകാശം. ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ എത്ര ഡിഗ്രി സെൽഷ്യസിലാണ്? ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ എത്ര ഡിഗ്രി സെൽഷ്യസിൽ ആണ്? 4 ഡിഗ്രി സെൽഷ്യസിൽ. ഒരു ഉപകരണത്തിൻ്റെ പവർ പ്രസ്താവിക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഒരു ഉപകരണത്തിൻ്റെ പവർ പ്രസ്താവിക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? വാട്ട്. ഏറ്റവും ഉയർന്ന താപനിലയിലുള്ള നക്ഷത്രങ്ങൾ ഏത് നിറത്തിൽ കാണപ്പെടുന്നു? ഏറ്റവും ഉയർന്ന താപനിലയിലുള്ള നക്ഷത്രങ്ങൾ ഏത് നിറത്തിൽ കാണപ്പെടുന്നു? നീല. നീല. കേരളത്തിലെ നാഷണൽ പാർക്കുകൾക്ക് ഉദാഹരണമല്ലാത്തത് ഏത്? കേരളത്തിലെ നാഷണൽ പാർക്കുകൾക്ക് ഉദാഹരണമല്ലാത്തത് ഏത്? പേപ്പാറ. പേപ്പാറ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകളുള്ള സംസ്ഥാനം? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകൾ ഉള്ള സംസ്ഥാനം ഏത്? പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാൾ. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വത നിര? ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വത നിര? ഹിമാദ്രി. ഹിമാദ്രി.